ആമേൻ. താങ്ക് യു. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ പാടിയ പാട്ട് സ്വർണ്ണത്തെരുവിൽ നാം പ്രിയനെ കണ്ടിടുന്നു. ആ പാട്ട് പാടിയപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം ദൈവമക്കൾ കേട്ട് കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ദേശീയ ഗാനത്തിൽ ഹല്ലേലൂയ അവരുടെ ദേശീയ ഗാനത്തിലുള്ളത് ഇൻ ദി അറൈവൽ ഓഫ് ദ മെസ്സിയ ഐ ബിലീവ് ഇൻ ടോട്ടൽ ഫെയ്ത്ത്. നമ്മൾ ജനഗണമന പാടുമല്ലോ. ഇത് ഇന്ത്യയിലെ നാഷണൽ ആന്തം, ഇസ്രായേലിൻ്റെ നാഷണൽ ആന്തത്തിലെ വരികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇൻ ദി അറൈവൽ ഓഫ് ദ മെസ്സിയ ഐ ബിലീവ് ഇൻ ടോട്ടൽ ഫെയ്ത്ത്. ഇൻ ദി അറൈവൽ ഓഫ് ദ മെസ്സിയ ആൻഡ് ഈവൻ ദോ സെറ്റ് ബാക്ക് despite everything I would wait for him. അത് മെസ്സിഹയെ കാത്തിരിക്കുമെന്ന്. ഹല്ലേലൂയ. I would wait for him in all days to come. ഹല്ലേലൂയ. പിന്നെ അവരുടെ നാഷണൽ ആന്തത്തിൽ പറയുന്ന വരികളാണ്, അവർ പാടുന്ന പാട്ടാണ്. അതായത് ആൻഡ് ഈവൻ ദോ സെറ്റ് ബാക്ക് despite all days I would wait for him in all days to come. Oh glory, hallelujah. I would wait for him in all days to come. What a wonderful വരികളാണ് അവരുടെ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം. കർത്താവിന് വേണ്ടി കാത്തിരിക്കും, മെസ്സിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഓൾ ഡേയ്സ് ടു കം. ഓ ഗ്ലോറി. വിശ്വാസികളായ നാം നമ്മുടെ കർത്താവിന് വേണ്ടി നാം എത്രത്തോളം ഓൾ ഡേയ്സ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മറുകരയിൽ നാം കണ്ടിടും. മറുവിലയായി തന്നവൻ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ പാട്ടൊന്നും പാടാനിരുന്നതല്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ നാഷണൽ ആന്തത്തിൻ്റെ കാര്യം വന്നത്. ഇതെല്ലാം ഇപ്പോൾ ഉടനെ ഇത് വിതിൻ 2-3 മിനിറ്റ്സിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, എല്ലാ ദൈവാത്മാവിനോടൊപ്പമാകട്ടെ. നമുക്ക് ഇത് ഒരു വചനഭാഗം വായിക്കാം. 2 ശമൂവേൽ 10:12 വായിക്കാം. 2 ശമൂവേൽ 10:12. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും പുരുഷത്വം കാണിച്ച യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. ധൈര്യമായിരിക്കാം. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം IPA പ്രയർ ലൈനിൽ ദൈവം കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഷിക്കാഗോയിൽ നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നും വന്നിട്ടുള്ള ദൈവമക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. തിരുവചനം ഞങ്ങളുടെ അന്നാക്കത്തിൽ മധുരം എന്ന് പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗം അരാമ്യരും അമ്മോന്യരുമായിട്ട് ഇസ്രായേലിന് യുദ്ധമുണ്ടായി. അപ്പം ദാവീദിന്റെ സേനാധിപതിമാരായ യോവാബും അബീശായിയും തമ്മിൽ ധൈര്യപ്പെടുത്തുന്ന സംഭാഷണ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ധൈര്യമായിരിക്കാം. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കാം. യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനായിരുന്നു. അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:22. യെസ്, 13:22. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴ്ത്തി. ഞാൻ ഇശ്രായേലിന്റെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം. സ്തോത്രം. ലോകപ്രകാരം ആരുടെ ഹിതം നിവർത്തിക്കാൻ എൻ്റെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അനന്യരും പരമാർത്ഥികളുമായിട്ട്
ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഒരു സംഘടനയുടെയും ഒരു മതത്തിൻ്റെയും പിൻബലത്തിലല്ല നാം മുന്നോട്ട് പോകേണ്ടത്. സ്തോത്രം. അവനെൻ്റെ ഹിതമെല്ലാം ചെയ്യും. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവാത്മാവിന് കഴിയുമോ എന്ന് അവരവർ ചിന്തിച്ചാൽ മതി. നമ്മളെക്കുറിച്ച് എന്ത് സാക്ഷ്യമായിരിക്കും ദൈവാത്മാവ് സംസാരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതെ, ദാവീദിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് നമ്മളോട് വായിച്ചത്. ദാവീദ് ഒരു യുദ്ധ പുരുഷനാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ യഥാസ്ഥാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അമാലേക്യർ, ഫിലിസ്ത്യർ, മോവാബിർ, അമ്മോന്യർ ഇങ്ങനെ അനേക ജാതികളോട് പോരാടി അവരെ കീഴടക്കണം. ആരില്ലേ? നമ്മുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ പ്രവർത്തന മേഖലകൾ, അല്ലെ സാത്താൻ്റെ ശക്തികൾ. നമ്മളതിനെ കീഴടക്കണം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഒഫൻസീവ് വെപ്പൺ ആൻഡ് ഡിഫെൻസീവ് വെപ്പൺ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഗുസ്തി പിടിച്ച് തോക്ക് ചൂണ്ടി ഷൂട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. അങ്ങനെയല്ല. അല്ല, ദൈവങ്ങൾക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ദാവീദ് ദൈവമായ യഹോവയെ ധൈര്യപ്പെട്ടു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം യുദ്ധങ്ങൾ നടത്തി അവരെ കീഴടക്കി. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ സഹോദരി 14-ാം വാക്യം എന്ന് വായിച്ച ഈ 2 ശമൂവേൽ 10-ന്റെ 14-ാം ഒന്ന് വായിക്കാം. 10-14. 10-14. അമ്മോന്യര്, അതെ, അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബിശായിയുടെ മുന്നിൽ ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരുടെ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ആമേൻ. ധൈര്യമായിരിക്കാം. നമ്മുടെ ജനത്തിനും നമ്മുടെ പട്ടണങ്ങൾക്ക് വേണ്ടി പുരുഷത്വം കാണിക്കുമോ? ദൈവം തനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും രാജൻ സഹോദരനും കുഞ്ഞുമോൾ സഹോദരിയും സൂസമ്മ മാത്യു 3 പേര് പ്രാർത്ഥിക്കുകയുണ്ടായി. അരമണിക്കൂർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. അതാണ് നമ്മളും പഠിക്കണം. ഒരു കാര്യം IPA പ്രയർ ലൈനിലുള്ളവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. പൊതുവെ പറയാം. ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നേരം നമ്മൾ ലോകരുടെ എല്ലാം പേര് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമല്ലോ. അതല്ല, ഇമ്പോർട്ടൻ്റ് വല്ല രോഗികളും എല്ലാം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. നമ്മളങ്ങനെ വേണം, പരിശീലിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അഭ്യസിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കണം. ബൈദവേ. അതുകൊണ്ട് സ്തോത്രം. അതെ, നമ്മുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും സ്തോത്രം. അതെ, ഇവിടെ നമ്മളങ്ങനെയാണല്ലോ വായിച്ചത്. സ്തോത്രം. ധൈര്യമായിരിക്കും. നമ്മുടെ ജനത്തിനും നമ്മുടെ പട്ടണങ്ങൾക്ക് വേണ്ടി പുരുഷത്വം കാണിക്കണം. അല്ലേ? ദൈവീയ വാക്തത്വങ്ങളെ മുറുകെ പിടിക്കണം. പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ്, നമ്മുടെ രാജ്യത്തിനോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ദൈവം ശത്രുക്കളെ കീഴടക്കും, ദുഷ്ടന്റെ ആലോചനയെ തകർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം ഇതിനെ നിലനിർത്തും. അല്ലെങ്കിൽ ഇവിടെയുള്ള പള്ളികളെല്ലാം മോസ്കായി മാറും. അല്ലേ? നമ്മളിപ്പോൾ കാണുന്നൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ കൂടി 5-10 വർഷം കൂടി ഉള്ളു. കഴിഞ്ഞ ദിവസം അതോട് പറഞ്ഞിട്ട് അതോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഷ ചെറിയാനൊക്കെ ഇപ്പോൾ പ്രാർത്ഥിച്ചു. നമ്മുടെ പിയോറിയുടെ ദേവദാസനൊക്കെ പ്രാർത്ഥിച്ചു. നമ്മുടെ ദേവദാസൻ പാസ്റ്റർ PV കുരുവിള മരിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ചിക്കാഗോയിലുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അർദ്ധരാത്രിയിൽ ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. 1 o'clock. ഓക്കെ. അപ്പം എന്നോട് ചോദിച്ചു, ആ ആള് വിളിച്ച ആൾ എന്നോട് ചോദിച്ചു, ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ തന്നെ. അപ്പം ആള് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കേൾക്കുമോ? ഞാൻ തന്നെയാണോ? അതെ, ഞാൻ തന്നെ. അയ്യോ, ഇപ്പം പറഞ്ഞു, ഞാൻ അറിഞ്ഞത് ഞാൻ മരിച്ചു പോയെന്നാണ്. എന്നോട് സംസാരിക്കുകയാണ്.
ഞാൻ മരിച്ചുപോയെന്ന്. ഓക്കെ, അത് കേരളത്തിലെ മദ്രാസ് സ്റ്റേറ്റിൽ ഇരുന്ന ഒരാൾ എന്നോട് വിളിക്കുക രാത്രി 1 മണിക്ക്, ഞാൻ മരിച്ചുപോയി. ഞാൻ തന്നെയാണ്. അപ്പം എന്നെ എടുത്ത് ചോദിച്ചു, ഞാൻ ആണോ? കാര്യം അങ്ങനെ പറയാൻ, അങ്ങനെ ചിന്തിക്കാൻ കാരണം ഷിക്കാഗോയിൽ നിന്ന് തന്നെ ഒരു ഫാമിലി, എനിക്കവരെ അറിയാം, അവരുടെ പേര് എന്നോട് പറഞ്ഞു. ഒരു ഫാമിലി അവർ തെറ്റുപറ്റാണ്. അവരുടെ പറഞ്ഞു, എൻ്റെ പേര് KV കുരുവിള എന്നാണ്, മരിച്ച ദൈവദാസന്റെ പേര് PV കുരുവിള എന്നാണ്. ഇനിഷ്യൽ ഒരു വാക്ക് PV കുരുവിള എന്നാണ്. അപ്പം PV ഞാൻ മരിച്ചെന്നാണ് ഇവിടുന്ന് ചിക്കാഗോയിൽ നിന്നുള്ള വാർത്ത അവരെ അറിയിച്ചത് ഈ ആള്. അങ്ങനെയാണ് അപ്പോൾ എന്നെ വിളിക്കാൻ കാരണം. അവരെ ആരും കുറ്റം പറയാനെ പറ്റില്ല. കാര്യം ചിക്കാഗോയിൽ നിന്ന് വിളിച്ചവരും മദ്രാസിൽ നിന്ന് വിളിച്ചവരും അവരുടെ കാര്യം പേരുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര പ്രായമുള്ളൂ, മറ്റേ ആൾക്ക് ഇത്ര 96 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഇയാളെ ഈ മദ്രാസിൽ നിന്നുള്ള ആൾ ഇവരോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്ര കൊച്ചുമക്കളാണുള്ളത്, അല്ലെങ്കിൽ ഏകദേശം ഈ മരിച്ച PV കുരുവിള പാസ്റ്റർക്ക് 7 8 കൊച്ചുമക്കളുണ്ട്. ദൈവമക്കളെ, അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് സ്തോത്രം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച വാർത്ത കേട്ടല്ലോ, അത് നന്നായി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച വാർത്ത കേൾക്കാൻ ഇടയായി. സ്തോത്രം. അപ്പോൾ നമ്മൾ സ്തോത്രം അതെ, യേശുവിനെ അനുഗമിക്കുന്ന നാം എഴുന്നേറ്റ് സ്തോത്രം ധൈര്യമായി ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പരീക്ഷകളും പോരാട്ടങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. ചിലപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളും കേൾക്കുന്ന നമുക്ക് സന്തോഷമോ, അത് നല്ലതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നു. പൗലോസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായത്തിലുണ്ട്, പൗലോസും മരിച്ചു എന്ന് അവർ കല്ലെറിഞ്ഞു. പൗലോസ് മരിച്ചപ്പോഴാണ് അവരിയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നാച്ചുറൽ സംഭവിക്കുന്ന കാര്യം. മരിച്ചു എന്ന് തോന്നും, ഓക്കെ, അതൊക്കെ നമ്മൾ ക്ഷീണിച്ചു പോകാതെ അല്ലേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, നമ്മളല്ലേ ഈ ലോകത്ത് നിന്ന് കൂടി വന്ന 5-10 വർഷം നമ്മൾ ജീവിച്ചിരിക്കും അല്ലേ. സ്തോത്രം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെ മുമ്പിൽ നമുക്കറിയാം, ക്രിസ്ത്യ ജീവിതം പരീക്ഷകളും പോരാട്ടങ്ങളും നിറഞ്ഞതാണ്. ദൈവപുരുഷനായിരുന്നിട്ടും പുത്രനായിട്ട് യേശു ക്രിസ്തു നമുക്കറിയാം അനേക പോരാട്ടങ്ങളിൽ കൂടി കടന്നുപോയി. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശ് മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോപണം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം യേശുവിനെ അനുഗമിക്കുന്ന നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം അവകാശമാക്കണമെന്ന് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ ഉറച്ചു നിൽക്കണം. ഫിലിപ്പിയ ലേഖനം വായിക്കും. ഫിലിപ്പിയ ലേഖനം 2:16. ഫിലിപ്പിയ ലേഖനം 2:16. ഫിലിപ്പിയ 2:16. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ മരണവാർത്തയെക്കുറിച്ച് ഇന്ന് ന്യൂയോർക്കിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇങ്ങനെ കേട്ടല്ലോ, ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടല്ലോ എന്ന്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത ഫ്രം മദ്രാസ് ടു ന്യൂയോർക്ക്, ഫ്രം ഷിക്കാഗോ എത്തി. ഫ്രം ഷിക്കാഗോ ടു മദ്രാസ്, ഫ്രം മദ്രാസ് ടു ന്യൂയോർക്ക്, ഇങ്ങനെ കിടക്കുന്നു. കേട്ടല്ലോ, അതോടെ പറയണമല്ലോ. ഓക്കെ. അല്ല, ഞാൻ അവരെ കുറ്റമൊന്നും പറഞ്ഞല്ല, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്ന അല്ല. ദാറ്റ്സ് ഓക്കെ, എനിക്കതിനകത്തൊന്നും യാതൊരു വിഷമമില്ല. അതോടെ വേറൊരു കാര്യമുണ്ട്. ഒരാളെനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ വളരെ ക്ലോസ് ആയ ഒരാൾ, പേരൊന്നും പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ മരിച്ചു കഴിഞ്ഞാൽ നടത്തേണ്ട പ്രസംഗം ഇതുണ്ടല്ലോ, സംസ്കാര പ്രസംഗം ഇതുണ്ടല്ലോ, പ്രസംഗം നടത്തുള്ളൂ യൂളോജി എന്നെ കേൾപ്പിക്കുകയുണ്ടായി. ഞാൻ മരിച്ചാൽ എന്തായിരിക്കും അവർ പറയാൻ പോകുന്നുള്ളത് എന്നോടൊരു ദിവസം സംസാരിക്കുകയുണ്ടായി. കേൾപ്പിച്ചു.
അത് ഒരു വട്ടത്തിനും ഞാൻ കേട്ടോണ്ടിരിക്കുന്നു, സന്തോഷമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാത്തിനും താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അത് നല്ലതല്ല. നമ്മൾ ചത്ത് കിടന്ന അത് പറഞ്ഞ് ഞാൻ അറിയുമോ, കേൾക്കൂ? അതുകൊണ്ട് ജീവനോട് കേൾക്കാം. അല്ലേ കുഞ്ഞോൾ സൗരി? കുഞ്ഞോൾ സൗരി മരിക്കുന്നതിന് മുമ്പേ കുഞ്ഞോൾ സൗരിയെ കുറിച്ച് നല്ലത് പറയട്ടെ. കൊച്ചുമോൻ പറഞ്ഞെന്തോ, അമ്മച്ചി കർത്താവ് എടുക്കപ്പെടുമെന്നല്ലേ പറഞ്ഞത്. 5 വയസ്സ് പ്രായമുള്ള മോൻ വല്യമ്മയോട് പറയാണ്, അമ്മച്ചി എന്തോ പറഞ്ഞു, കൊച്ചുമോൻ പറഞ്ഞു എന്ന് പറഞ്ഞേ. കണ്ടോ ദൈവമക്കളെ, കേട്ടല്ലോ? ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു പൈതൽ പറയാണ്, ഓ ഷോ വാട്ട് എ വണ്ടർഫുൾ. 6 വയസ്സ്, ഓക്കെ, വാട്ട് എ വണ്ടർഫുൾ. ദൈവമക്കൾ ചിന്തിക്കണം. അപ്പം കണ്ടോ, ആ ഗ്രാൻഡ് മദർ, തിമോത്തിയോസിന്റെ ഗ്രാൻഡ് മദർ, അതെ പൗലോസ് പറയുന്നുണ്ട്, തിമോത്തിയോസിനെ വളർത്തിക്കൊണ്ടുവന്നത് ഗ്രാൻഡ് മദറാണ്. കണ്ടോ, ഇതൊന്നും ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. അല്ല, അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ച് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടയാകണം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സ്തോത്രം. യേശുവിനെ അനുഗമിക്കുന്ന നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യം അവകാശമാക്കണം. അതെ, സ്തോത്രം. അതെ, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:18, 2:16 വായിച്ച് 2:16. ഫിലിപ്പിയ ലേഖനം 2. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. വിശ്വാസം എന്ന അങ്ങനെ ഒരു വാക്യല്ലേ? 17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ത്യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയും എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടി സന്തോഷിക്കും. എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു, ഈ പൗലോസിനെ കല്ലെറിഞ്ഞ് പൗലോസ് മരിച്ചു എന്ന് അവർ ചിന്തിച്ചു, ദേശക്കാർ മുഴുവനും. നമ്മുടെ ദേഹത്ത് ഒരു കല്ല് വന്ന് മുഖത്ത് വന്ന് വീണാൽ ഒരു ഏറ് കിട്ടിയത് എന്തോ ആയിരിക്കും ദൈവമക്കളെ? തിങ്ക് അബൌട്ട് ദാറ്റ്. അദ്ദേഹം പൗലോസ് അനുഭവിച്ച യാതന, സുവിശേഷത്തിന് വേണ്ടി താൻ ജീവൻ കൊടുത്തത്, എത്ര കല്ലാണ് തൻ്റെ ദേഹത്ത് വന്ന് വീണത്, അത് സഹിച്ചത്. പൗലോസിന്റെ ആ ആത്മീയ ജീവിതം, ആ ആത്മീയ തീഷ്ണത, ദൈവസ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം എത്ര വലുതാണ്. നമ്മുടെ ദേഹത്ത് ഒരു ചെറിയ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും, ആണല്ലോ. പിന്നെ ഞാൻ ഈ ക്ലിനിക്കിൽ പോയി ബ്ലഡ് ടെസ്റ്റിന് പോയപ്പം എൻ്റെ കയ്യിലോട്ട് ഊരി വെക്കുന്ന എനിക്ക് വേദന എടുത്തു. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇച്ചിരി കട്ടിയായിട്ടാണ് അവർ സൂചി കുത്തത്, എനിക്ക് വേദന എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പൗലോസിന്റെ ദേഹത്ത് എത്ര കല്ലുകൾ കൊണ്ട് വീണ് ദൈവമേ, താൻ മരിച്ചു എന്ന് ലോകം വിധിയല്ലേ. ദൈവമക്കളെ, നമ്മളിതൊക്കെ പറയാൻ ഈസിയാണ്. കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകണമെന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ അതെ. ഞാൻ ഓർക്കണം, നമ്മുടെ രാജൻ സോദരന് ഷിക്കാഗോയിൽ അദ്ദേഹം ഡയാലിസിസ് ടേബിളെ കടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പല പ്രാവശ്യം ഇതുപോലെ അതെ അത്യന്ത വേദനയോടുകൂടി ബ്ലഡ് ഒഴുകി താൻ മരണത്തോടടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം താൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത്, ഉണ്ടാക്കി പറയല്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഓക്കെ, അദ്ദേഹം ലൈനിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. ഉണ്ട്, അദ്ദേഹം ഉണ്ട്. അതെ, അദ്ദേഹം മനസ്സിലാക്കണം എന്തിനു ഞാനിത് പറയുന്നു. അദ്ദേഹം ബ്ലഡ് ഒഴുകുമ്പോഴും അത് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു.
അതാണ് പ്രാർത്ഥന. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മളിങ്ങോട്ട് വന്ന് ഒരു കാര്യത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേരുടെ പേര് പറഞ്ഞ് അതാണോ പ്രാർത്ഥന? നോ. നമ്മൾ ആത്മനിറവുള്ളവരായിട്ട് ദൈവിക ഗൈഡൻസിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ അഭ്യസിക്കണം. ഞാൻ ഉൾപ്പെടെ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു രാജൻ സാറിനെ, താങ്ക് യു രാജൻ സാറിനെ. ഇറ്റ്സ് റിയലി ഹാർട്ട് ബ്രേക്കിംഗ്. ഞാനിത് പറയുന്നത് ഹൃദയവേദനയോട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം, ഞാൻ ഇതുവരെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ഇത്രയും നാളത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ലെന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള അനേക ഭക്തന്മാരുണ്ട്. ഇറ്റ്സ് അൻ ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറയുന്നത് ക്യാരക്ടർ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ്. അറിയാം, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനത് സന്ദർഭവശാൽ അതെ ഈ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അതെ, പൗലോസ് ഈ വിശ്വാസ പോർക്കടത്തിൽ നമ്മളെ യാഗമാകുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ക്രൂശിന്റെ മാർഗം തിരഞ്ഞെടുത്തവരായ നാം കഷ്ടങ്ങളിലും ശോധനകളിലും കലങ്ങിപ്പോകരുത്. വിശ്വാസത്തോടുകൂടി ഉറച്ചു നിന്ന് നമ്മൾ ജയം പ്രാപിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ചാൽ കിരീടം ലഭ്യമാകും. ഇവിടെയുള്ള നാട്ടുകാർ വെച്ച് നീട്ടുന്നത് കിരീടം പ്രാപിക്കാൻ പോകരുത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ കിട്ടത്തില്ലെന്നേ. അതായി പ്രശ്നം. ദാറ്റ്സ് എ പോയിന്റ് ഹിയർ. ഇവിടെ പോയി കിരീടം വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടെ കിരീടം വാങ്ങിച്ച അവിടെ കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ പാടി സ്വർണ്ണ തെരുവിൽ അല്ലേ സ്തോത്രം, നമ്മൾ പാടിയില്ല. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയനെ ആ ദിനത്തിൽ. സ്വർണ്ണ തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ കാണണമെങ്കിൽ ഇവിടുത്തെ ഇവരുടെ അവാർഡൊന്നും വാങ്ങിക്കാൻ പോകരുത്. ഉള്ളത് നഷ്ടപ്പെടും. ബി കെയർഫുൾ. വേദോസ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതുമല്ല, നിങ്ങൾക്കറിയാമല്ലോ. പൗലോസിനെയും പത്രോസിനെയും ഒക്കെ പൂമാല അണിയിക്കാൻ ദേശക്കാർ കൂടി. ഇപ്പം നിങ്ങളെന്തേ കാണിക്കുന്നു ചോദിച്ചില്ലേ? കൊർന്നല്യോസ് എൻ്റെ വീട്ടിൽ ചെന്നപ്പം പത്രോസിൻ്റെ മുമ്പിലോട്ടങ്ങ് വീണു. അത് ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നല്ലേ പത്രോസ് പറഞ്ഞത് അല്ലേ? ആണല്ലോ, ആണ്. നമുക്കൊക്കെ ഒരു ധാരണ നമ്മളെയാണ് വലിയ ആൾക്കാരാണ്. അതൊക്കെ ഈ കുഴപ്പം. സ്വത്രം ഇന്ന് സഭാമണ്ഡലങ്ങളിലും എല്ലാവർക്കും ഓരോ തോന്നലുണ്ട്. ഞാൻ സംതിങ് ആണ്, ഞാൻ ഇല്ലെങ്കിൽ സഭ നടക്കത്തില്ല, ക്രിസ്തീയ സഭ മുന്നോട്ട് പോകത്തില്ലെന്നൊക്കെ ഉള്ളതാണ് ഓരോരുത്തരുടെ ധാരണ പോകുന്നത്. മനസ്സിലായ? സ്വത്രം. അതെ, ക്രിസ്തുവിനോട് കഷ്ടം അനുഭവിച്ചാൽ കിരീടം ലഭ്യമാവും. സ്വത്രം. നമ്മുടെ ധൈര്യം ജഡീകമോ മാനുഷികമോ ആകരുത്. ദൈവികമായിരിക്കണം. സ്വത്രം അല്ലേ? നമ്മള് സ്വത്രം മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ ആശ്രയിച്ച് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇതൊന്ന് വായിക്കും സഹോദരി. യിരെമ്യാവ് 17-ാം അധ്യായം 5-ാം വാക്യം വായിക്കേ. യിരെമ്യാവ് 17:5. യെസ്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. 7-ാം വാക്യം കിടന്ന് വായിച്ചു സോറി. 7-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവൻ. ആമേൻ. സ്തോത്രം. അതാണ് ഭാഗ്യം.
അവൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവമാണ്. ആണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം എങ്ങനെയിരിക്കുന്നു? സ്തോത്രം. കർത്താവിനോട് പറ്റിയിരിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം കർത്താവിനോട് പറ്റിയിരിക്കുന്നില്ലെങ്കിൽ ധൈര്യം നഷ്ടപ്പെട്ട് ഭീതിയിലേക്ക് തള്ളപ്പെടും. മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കാൻ നമുക്ക് കേൾക്കാം. സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗം നമ്മുടെ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്ന ബി ബ്രേവ്, ധൈര്യമായിരിക്കാം. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. ധൈര്യമായിരിക്കാം. സ്തോത്രം. മുൻപിലും പിമ്പിലും ശത്രു അണിനിരന്ന് നിൽക്കുന്നു എന്ന് കണ്ടപ്പം യോവാബും അബീശായിയും അന്യോന്യം ധൈര്യപ്പെടുത്തി സഹായിക്കുകയും ചെയ്തു. അല്ലേ? അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. യോവാബും അബീശായിയും തമ്മിൽ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താറുണ്ടോ? എൻകറേജ് ചെയ്യാറുണ്ടോ? വിശ്വാസികളെ, നമ്മൾ ഒരു പ്രസംഗം കേട്ടു. ദാറ്റ്സ് എ വണ്ടർഫുൾ. അവരെ പുകഴ്ത്താനല്ല പറഞ്ഞത്. ആ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൈതന്യം ഉണ്ടായെങ്കിൽ അത് നല്ല ദൈവ ആലോചനയായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മടിയുണ്ട്. നിങ്ങൾ മടി കാണിക്കുന്നുണ്ടോ? നമ്മൾ ഒരു വീട്ടിൽ ചെന്ന ഒരു ചായ ഇട്ട് കൊടുക്കും. നല്ല ചായയാണ് പറഞ്ഞാൽ നല്ല ചായ എന്ന് പറയത്തില്ലേ? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ആഹാര സാധനം തരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമ്പോൾ അവർ പറയത്തില്ലേ നന്നായിരുന്നു ഫുഡ്? പറയുമല്ലോ. ഇതുപോലെ നാം അന്യോന്യം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാറുണ്ടോ? എത്ര പേര് ചെയ്യുന്നുണ്ട്? പുതിയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതെടുക്കാൻ അബീശായിയും യോവാബും അവൻ അന്യോന്യം പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അതാ നമുക്ക് വേണ്ടത്. സ്തോത്രം. എൻ്റെ സമയം മുന്നോട്ട് പോവുകയാണ്. 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. നീ എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ അധ്യായത്തിലൊരു കാര്യം കാണുന്നുണ്ട്. അതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 2 ശമൂവേൽ 10-ാം അധ്യായത്തിൽ സ്തോത്രം 4-ാം വാക്യം ഒന്ന് വായിച്ചു. സോറി, 4-ാം വാക്യം. 2 ശമൂവേൽ 10-ന്റെ 4-ാം വാക്യം 10-ന്റെ. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ഓക്കെ. ഇനി 5-ാം വാക്യം കൂടി. ദാവീദ് രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പിക്കുകയും പിന്നെ മടങ്ങി വരാം എന്ന് പറയിച്ചു. ഈ വാക്യം ഈ അധ്യായം വായിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ ഈ അധ്യായത്തിൽ കിടന്നൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. നമ്മൾ സാധാരണ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. പക്ഷെ ഇവിടെ പുരുഷന്മാരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് ചിന്തിക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ചു, അവരുടെ താടി പകുതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ചു അവരെ അയച്ചു എന്ന് വായിക്കുന്നു. അപ്പം ഇവര് അപമാനിച്ചു വിടുകയാണ്. ആരെ? ഈ പുരുഷന്മാരെ, ദാവീദിന്റെ പുരുഷന്മാരെ. ദാവീദ് രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചു ഇരുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ച്, നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരണ്ട, താടി വളർന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതാ സംഭവം. ദാവീദാ പറയുന്നത്. ഓക്കെ. നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഞാൻ കഴിഞ്ഞ ദിവസം സേലം കൃപാൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ, ലെബനോനിൽ ജനിച്ചൊരു ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ദീർഘനാൾ ഫിലദൽഫിയയിൽ അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്ട്രിയുണ്ട്.
അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറും ഒക്കെ എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. അല്ലല്ലല്ല അല്ല, സേരൻ കൃപാൻ ഈ വാക്യത്തിന്റെ ബേസിൽ പറഞ്ഞ കാര്യം ദ ഇൻസൾട്ട് ഓഫ് ദി ഹാഫ് ഷേവ്ഡ് താടി, പകുതി താടി. ദാവീദ് പറഞ്ഞു, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നത്തെ പുരുഷന്മാര് ഈ ചുണ്ടിന്റെ താഴെ വട്ടത്തിൽ താടി വെക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻക്ലൂഡിങ് പാസ്റ്റേഴ്സ്. ഞാൻ ചോദിക്കുന്നത് ഈ വചനമൊക്കെ വായിക്കുമ്പോ എന്താ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണുകൊണ്ട്. എത്രയോ കാണുന്നു, ഇപ്പം എത്രയോ കാണുന്നു. ഇത് വചനം ഞാൻ പറഞ്ഞല്ല, സേരൻ കൃപാൻ എഴുതിയതാണ്. അദ്ദേഹം കമന്ററിയിൽ എഴുതിയ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, ഈസ് എ ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ, ബെന്തിക്കോസ് മിനിസ്റ്റർ അല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പം അത് അപമാനമാണ്. ഈ അന്യജാതിക്കാര് ദാവീദിന്റെ പടയാളികളെ ആക്ഷേപിച്ചു വിട്ട് അവരുടെ താടി കുറച്ച് മുറിച്ചു, കുറെ ഷേവ് ചെയ്ത് വിട്ടു. ഇന്ന് അതല്ലേ കാണുന്നത്? ഇതൊരു ഫാഷനായി മാറിയില്ലേ? നിങ്ങൾക്ക് അപമാനം തോന്നുന്നില്ലേ? ദാവീദ് എന്താ പറഞ്ഞത്? നിങ്ങൾ വളർന്ന് നിങ്ങളുടെ താടിയൊക്കെ ശരിക്കെല്ലാം വളർന്നിട്ടങ്ങ് വന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞത്? പറയാൻ കാരണമുണ്ട്. ഇവിടെ അതുകൊണ്ട് വായിച്ചു. ലേവിയ പുസ്തകം 19:27 എന്ന് വായിച്ച. ലേവിയ പുസ്തകം 19:27. യെസ്, 27. നിങ്ങൾ തലമുടി ചുറ്റും വിളമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ഇതൊന്നും ഈ വചനം വായിക്കത്തില്ലേ? ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് പുരുഷന്മാരുടെ. എന്തൊരു വൃത്തികേടാണ്. ഒന്നീ താടി മുഴുവൻ വടിക്കും, അല്ലെ താടി വെക്ക്, ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഇത് ചില വട്ടത്തിൽ ചില പരിപാടികൾ കാണിക്കുന്നു, അത് പാസ്റ്റേഴ്സ് കാണിക്കുന്നു. He shall not round the corners of your head, neither shalt thou mark the corners of thy beard. Yes. Rounding. Yeah. Okay. സേരൻ കൃപാൻ പറഞ്ഞൊരു കാര്യം കേൾക്കണം. ഇന്നത്തെ അറബികള് അവരിങ്ങനെ ഈ താടി, അദ്ദേഹം പറയുന്നത് താടി പഠിക്കുന്നതിനേക്കാൾ മരിക്കാൻ അവർ തയ്യാറാണ്. കാര്യം അവർക്ക് അപമാനമായത്. സേരൻ കൃപാൻ ലെബനോനിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം എഴുതിയ കാര്യം ഞാനീ പറയുന്നത്. ഇന്നത്തെ അറബികൾക്ക് ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ അവർ മരിക്കാൻ റെഡിയാണ്. അതൊരു ഇൻസൾട്ടാണ്. ദാറ്റ് ഈസ് എൻ ഇൻസൾട്ട്. ഇത് സഭകളിൽ ഇതൊരു ഫാഷനായി മാറി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടോപ്പിക്കിലുള്ളൊരു കാര്യമുണ്ട്. ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചതായി ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, സേരൻ കൃപാൻ എഴുതിയത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറയുന്നത് ദി ഇൻസൾട്ട് ഓഫ് ദ ഹാഫ് ഷേവ്ഡ് ബേർഡ് ഇന്ന് ഫാഷനായി മാറി. ഓക്കെ, ദൈവമക്കളെ, സമയം പോകല്ലോ, മുന്നോട്ട് പോകാൻ. സ്വതന്ത്രം. എനിക്കറിയാൻ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷെ വചനത്തിലുള്ള കാര്യം ദാവീദ് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇപ്പം തൽക്കാലം ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ അവിടെ നിൽക്കും. നിങ്ങളിപ്പോൾ എവിടെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? നമുക്കറിയാമല്ലോ, മോവാബിന്റെ താടി എന്ന് കേട്ടിട്ടുണ്ടോ? മോവാബിന്റെ താടി കേട്ടിട്ടുണ്ടോ? ബൈബിളിലുണ്ട്. അപ്പോൾ വായിക്കാൻ സമയമില്ല, എല്ലാം കൂടെ വായിക്കണ്ടല്ലോ. അപ്പം ദൈവമക്കളെ, സ്തോത്രം. നമ്മളെല്ലായ്പ്പോഴും അതെ പോരാട്ടങ്ങളുണ്ടായാലും സ്തോത്രം ധൈര്യത്തോടുകൂടി നിലനിൽക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസ് കർത്താവിനോടുകൂടെ നടന്ന് അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടവനാണ്, അല്ലേ? നമ്മൾ വായിക്കും, നമുക്കറിയാമല്ലോ.
പത്രോസ് പറഞ്ഞെന്നോ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിക്കാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് യേശുവിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്. ആര്? പത്രോസ്. എന്നാൽ പരീക്ഷാഘട്ടത്തിൽ താൻ തോറ്റുപോയി പത്രോസ്. നമുക്കറിയാം യേശുവിൻ്റെ മരണശേഷം പത്രോസ് ശിഷ്യന്മാരും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവർ യേശു ഉയർത്തിയതിന് ശേഷം അവര് ഗലീലക്കടലിൽ മീൻ പിടിക്കാൻ പോയി. അവരെല്ലാം അങ്ങ് ടയേർഡായി. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് എത്ര തവണ, 10 തവണ എങ്ങാണ്ടൊക്കെ, അത് വായിക്കാൻ സമയമില്ല. യേശു പ്രത്യക്ഷപ്പെട്ട എവിടൊക്കെയാണെന്നുള്ളത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടോട്ട് പോയാൽ നമുക്ക് സമയം പോകാതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അവർ നിരാശരായിട്ട് മീൻ പിടിക്കാൻ അവർ വീണ്ടും പോകുന്നു. പക്ഷെ കർത്താവ് അവിടെ ചെന്ന് അവർക്ക് നല്ല കടൽക്കരയിൽ വെച്ച് തന്നെ മീൻ വറുത്ത് നല്ല രസമായിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നു നമ്മുടെ കർത്താവ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതെ, സ്തോത്രം. പിന്നെ പക്ഷെ അവരെ യഥാസ്ഥാനപ്പെടുത്തി, കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തി അവരെ വിട്ടുപോകുന്ന. അപ്പം സ്തോത്രം. അവര് നമ്മൾ ഗലാത്യർ ഒരു വാക്കിനെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഗലാത്യർ 2:18 വായിക്കാം. ഗലാത്യർ 2:18. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ആമേൻ. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ. നമ്മൾ പണ്ട് ഉപേക്ഷിച്ച കാര്യം വീണ്ടും പണിയാൻ പോയാലോ? ഞാൻ പൊളിച്ചത് വീണ്ടും പണിഞ്ഞാൽ പഴയ ഫാഷൻ പ്രേമവും പഴയ നടപ്പും എല്ലാ കാര്യങ്ങളും നമ്മൾ പൊളിച്ചു. പണ്ട് രക്ഷിക്കപ്പെട്ടത് അല്ല സ്നാനപ്പെട്ടത്. ഇപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിഞ്ഞാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് തെളിയിക്കുന്നു. അവിടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വസ്ത്രധാരണം, ആഭരണം ധരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചവരായിരുന്നല്ലോ. ഞാൻ പണ്ട് സ്തോത്രം ഉപേക്ഷിച്ചത് അല്ലേ, ഞാൻ പൊളിച്ചത് വീണ്ടും പണിഞ്ഞാൽ ഞാൻ ലംഘനക്കാരനാണ്. ഇന്ന് നാം എത്ര ലംഘനം നടത്തിയിട്ടുണ്ട്? ഞാൻ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ, എന്നോട് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. സ്തോത്രം. എത്ര നമ്മൾ വീണ്ടും പണിഞ്ഞിട്ടുണ്ട്? ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? ആരുടെയ നമുക്ക് അഭിഷായിയും സ്തോത്രം യോവാബും തമ്മിൽ അന്യോന്യം ധൈര്യപ്പെടുത്തി. അതെ, ഈ വചനം, ഇന്ന് പറഞ്ഞ വചനം നമുക്ക് അന്യോന്യം ധൈര്യമായി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി സ്വർണ്ണ തെരുവിൽ നമുക്കവനെ മുഖാമുഖമായി കാണാം എന്നുള്ള പ്രത്യാശ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു കുഞ്ഞുമത്സവം വേദസം വായിച്ചതിൽ നന്ദി അറിയിക്കുന്നു.